പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, ക്യൂറിയോ ഈസോ ക്രിസ്റ്റോ എന്ന നാമത്തിൽ നിങ്ങളേവർക്കും എൻ്റെ സ്നേഹാശംസകൾ നേരുന്നു. ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം സുവിശേഷം എന്നാൽ എന്ത്, സുവിശേഷത്തിൻ്റെ പ്രസക്തി എന്ത്, അല്പം വിശദമായി ആഴത്തിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം. സുവിശേഷം അല്ലെങ്കിൽ സത്വാർത്ത അല്ലെങ്കിൽ ഗാസ്പൽ അല്ലെങ്കിൽ യുവൻഗേലിയോൺ, പാപം ചെയ്ത് നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മെ നിത്യജീവനിലേക്ക് വഴി നടത്തുന്ന ദൈവത്തിൻ്റെ ആ മഹാപദ്ധതിയാണ് സുവിശേഷം. അതായത് യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ സുവിശേഷം. നമുക്കറിയാം എന്താണ് പാപം. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല എന്നതാണ് നമ്മുടെ പാപം. വിശ്വസിച്ചിരുന്നു എങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ വിശുദ്ധീകരിച്ച് നീതീകരിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുമായിരുന്നു. ഈ സുവിശേഷം ദൈവം അബ്രാഹത്തോട് പറയുന്നു. ഗലാത്യർ 3:8 ദൈവം അബ്രാഹത്തോട് ഈ സുവിശേഷം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അബ്രാഹവും അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകളും വിജാതിയിലും എങ്ങനെയാണ് വിശ്വാസത്താൽ രക്ഷിക്കപ്പെടാൻ പോകുന്നത് എന്ന ആ സദ്വാർത്ത എബ്രഹാമിനോട് ദൈവം പറഞ്ഞു. ഇത് ഒരു തിയറിയായി പറഞ്ഞു. ഇനി ഇതെങ്ങനെ സാധ്യമാകും? ക്രിസ്തു യേശുവിലൂടെയുള്ള ഈ രക്ഷ എങ്ങനെ സാധ്യമാകും എന്ന് എബ്രഹാമിനോട് പ്രാക്ടിക്കലായിട്ട് ദൈവം പറയുവാൻ പോകുന്നു. സുവിശേഷം എന്താണെന്ന് അബ്രാഹത്തോട് സൂചിപ്പിച്ചിരുന്നു. ഇനി ഇതെങ്ങനെ സാധ്യമാകും എന്ന് അബ്രാഹത്തെ അറിയിക്കുകയാണ്. ഈ പ്രാക്ടിക്കൽ ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 22-ാം അധ്യായത്തിലാണ്. അവിടെ ദൈവം അബ്രാഹത്തെ അന്വേഷിക്കുന്നു. ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നിന്റെ ഏക മകനെ മോറിയ മലയിൽ ഒരു ദഹന ബലിയായി അർപ്പിക്കുക. ഇവിടെ ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുന്നു എന്ന് നാം കാണുന്നു. എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലപദത്തിന്റെ ഒരർത്ഥം അന്വേഷിക്കുക എന്നാണ്. അബ്രഹാമിനെ പരീക്ഷിക്കുക എന്നല്ല, അബ്രഹാമിനെ ദൈവം അന്വേഷിക്കുന്നു. എന്തിനാണ്? ഈ സുവിശേഷത്തിന്റെ പ്രാക്ടിക്കൽ അബ്രഹാമിന് ദൈവം കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത,
ദൈവത്തിന് മനുഷ്യനെ പരീക്ഷിച്ച് നോക്കിയിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് നന്നായിട്ടറിയാം അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കുമോ ഇല്ലയോ എന്ന്. കാരണം ദൈവം സർവജ്ഞാനിയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം പരീക്ഷിക്കുന്നു എന്ന് പറയുന്നതിൽ പ്രസക്തിയില്ല. ദൈവം അബ്രഹാമിനെ അന്വേഷിച്ചു. അപ്പോൾ ഈ മോറിയ മല എന്ന് പറയുന്നത് ഇന്നത്തെ ടെമ്പിൾ മൗണ്ട് ഇരിക്കുന്ന ആ സ്ഥലമാണ്. ആ സ്ഥലത്ത് ഈ മോറിയ മലയുടെ തൊട്ടടുത്ത് അല്പം കൂടി ഉയർന്ന ഭാഗമാണ് ഗോൽഗോഥ അല്ലെങ്കിൽ കാൽവരി മല. ഇതെല്ലാം ഒരൊറ്റ പ്രദേശമാണ്, താന്നും പൊങ്ങിയും കിടക്കുന്ന രണ്ട് മലകൾ. ഇസഹാക്ക് യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണമായ നിഴൽ എന്ന് പറയാനാവില്ല. എന്നാൽ തന്നെയും ഇവർ രണ്ടുപേർക്കും ചില സാമ്യങ്ങളുണ്ട്. എബ്രഹാം തൻ്റെ മകനെ ബലി കഴിക്കുവാൻ മോറിയ മലയിലേക്ക് പോകുന്നു. പിതാവായ ദൈവം യേശുക്രിസ്തുവിനെയും കൊണ്ട് ബലി കഴിക്കുവാനായി കാൽവരി മലയിലേക്ക് പോകുന്നു. ഒരു കെട്ട് വിറക് ഇസഹാക്കിന്റെ തലയിലുണ്ട്. അതേസമയം മരിക്കേണ്ടതിനായിട്ടുള്ള കുരിശ്, ആ മരക്കുരിശ് യേശുക്രിസ്തുവും ചുമക്കുന്നു. പോകുന്ന വഴിക്ക് ഇസഹാക്ക് ചോദിക്കുന്നു, ബലിക്കുള്ള വിറകുണ്ട്, ബലിമൃഗം എവിടെ? അപ്പോൾ എബ്രഹാം പറയുന്ന മറുപടി, ബലിമൃഗത്തെ ദൈവം നൽകും. ഇവിടെ നമ്മൾ ഒരു വസ്തുത മനസ്സിലാക്കണം. ദൈവം അബ്രാഹത്തോട് ദഹനബലി അർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇസഹാക്ക് ആ ബലിക്ക് യോഗ്യനല്ല. കാരണം ഇസഹാക്കിൽ പാപമുണ്ട്. ആയതിനാൽ ദൈവം ഒരിക്കലും ഇസഹാക്കിന്റെ ബലി അംഗീകരിക്കുകയില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇസഹാക്കിന് ബലി കഴിക്കാൻ പറഞ്ഞത്? ഈ സുവിശേഷം എന്താണെന്ന് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കുക എന്നതാണ്. വിശ്വാസികളുടെ പിതാവായ എബ്രഹാമിന് അറിയാമായിരുന്നു ദൈവം ഒരു മൃഗത്തെ നൽകും എന്ന്. അങ്ങനെ അവർ മലയിലെത്തി, പീഠം ഒരുക്കി. ഇസഹാക്കിനെ കൊല്ലുവാനായി കത്തി ഉയർത്തുന്നു. അപ്പോൾ പുറകിൽ നിന്ന് ദൈവത്തിന്റെ ദൂതന്റെ ശബ്ദം കേട്ടു, അരുത്, അരുത്. എബ്രഹാം തിരിഞ്ഞു നോക്കുന്നു. അവിടെ മുൾപ്പടർപ്പിൽ കൊമ്പുകൾ ഉടക്കിക്കിടക്കുന്ന ഒരു മുട്ടാടിനെ എബ്രഹാം കാണുന്നു. എബ്രഹാം ആ മുട്ടാടിനെ കൊണ്ടുവന്ന് ഇസഹാക്കിന്റെ സ്ഥാനത്ത് ദൈവത്തിന് ദഹന ബലി അർപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ഒരു പ്രസ്താവനയുണ്ട്. അവിടെ കൂടിയിരുന്ന യഹൂദരോട് യേശുക്രിസ്തു പറയുന്നു, എന്റെ ദിവസം കാണാം എന്ന് നിങ്ങളുടെ പിതാവായ അബ്രഹാം ആഗ്രഹിച്ചിരുന്നു. അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. ഇവിടെ അബ്രാഹാം യേശുക്രിസ്തുവിനെ കണ്ടതായി പറയുന്നു. യേശുക്രിസ്തു
കർത്താവിൻ്റെ ദൂതൻ വിളിച്ചു പറഞ്ഞ ആ പിൻപുറത്തിലേക്ക് നോക്കിയപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് തൊട്ട് പിന്നിലുള്ള ഗോൽഗോഥായിൽ യേശുവിന്റെ ക്രൂശിത രൂപം, അല്ലെങ്കിൽ രക്തമൊലിപ്പിച്ച് അറുക്കപ്പെട്ട നിലയിൽ നിലകൊണ്ടിരുന്ന യേശുക്രിസ്തു എന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ ഏബ്രഹാം കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓർക്കുക, പീലാത്തോസിന്റെ അരമനയിൽ നിന്നും മുൾമുടി ധരിച്ച് യേശുക്രിസ്തു പുറത്തേക്ക് വരുന്ന ആ രംഗം നിങ്ങളിപ്പോൾ ഓർമ്മിക്കുന്നുണ്ടാവും. അപ്പോൾ ഏബ്രഹാം ക്രിസ്തുവിനെ കാണുന്നു. ഇപ്പോൾ ഏബ്രഹാമിന് വ്യക്തമായും എങ്ങനെയാണ് സുവിശേഷം സാധ്യമാകുന്നത് എന്ന് മനസ്സിലാക്കി. നമുക്കറിയാം, പാപത്തിന്റെ ശമ്പളം മരണമാണ്. മരണത്തിന്റെ ദംശനം പാപവും, പാപത്തിന്റെ ശക്തി നിയമവുമാണ്. നാം എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിൽ പാപത്തിന്റെ ഒരു നിയമം ഉണ്ട്. സിൻ പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ഫ്ലഷ്, അല്ലെങ്കിൽ ജഡം എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാനുള്ള ഒരു കൊതി, ഒരു താല്പര്യം നമ്മുടെ ഈ ജഡത്തിലുണ്ട്. ഇത് ആദ്യ മാതാപിതാക്കളിൽ നിന്നും കൈമാറി നമുക്ക് കിട്ടിയതാണ്. അതുകൊണ്ടാണ് നാം പാപം ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ പാപമുണ്ട്, അതുകൊണ്ട് നാം പാപം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു പാപം ചെയ്യാത്തത്? യേശുക്രിസ്തുവിൽ പാപത്തിന്റെ നിയമം ഇല്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പാപം ചെയ്യാത്തത്. ഈ പാപത്തിന്റെ കൊതി നമ്മിൽ അടങ്ങിയിരിക്കുന്നു. അത് ഉറങ്ങിക്കിടക്കുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന ഈ പാപക്കൊതിയെ തട്ടി ഉണർത്തണമെങ്കിൽ അവിടെ ഒരു നിയമം ആവശ്യമാണ്. നമ്മൾ നമ്മുടെ സ്വന്തം ശക്തിയാൽ, ബലത്താൽ ദൈവത്തിന്റെ നിയമം അനുസരിക്കുവാൻ ശ്രമിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. കാരണം നിയമം എന്ന് പറയുന്നത് പരിശുദ്ധമാണ്. കാരണം പരിശുദ്ധനായ ദൈവത്തിൽ നിന്നും വന്നതാകയാൽ നിയമം പരിശുദ്ധമാണ്. പെർഫെക്റ്റായ ദൈവത്തിൽ നിന്നും വന്നതാകയാൽ നിയമം പെർഫെക്റ്റ് ആണ്. എന്നാൽ ഈ പെർഫെക്റ്റായ നിയമത്തെ അനുസരിക്കുവാൻ പെർഫെക്റ്റ് അല്ലാത്ത നമുക്ക് സാധിക്കില്ല. കാരണം നാം പാപത്തിൽ വീണുപോയ സന്തതികളാണ്. നമ്മൾ പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് ഈ നിയമത്തെ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടും ബലത്താലും അനുസരിക്കുവാൻ സാധ്യമല്ല. പിന്നെ എന്താണ് ഈ നിയമം ചെയ്യുന്നത്? നിയമം നമ്മുടെ യഥാർത്ഥ അവസ്ഥയെ കാണിച്ചു തരും. എൻ്റെ ഉള്ള അവസ്ഥ എന്താണെന്ന് ഈ നിയമം കാണിച്ചു തരും. ഉദാഹരണത്തിന്, ഒരു കണ്ണാടി, ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള പാടുകൾ, ചുളിവ്, കാര, അതെല്ലാം ആ കണ്ണാടി കാണിച്ചു തരും. എന്നാൽ അവയെ നീക്കുവാൻ ഈ കണ്ണാടിക്ക് ആവില്ല. എന്ത് ചെയ്യണം? ആ കണ്ണാടി മാറ്റിവെച്ചിട്ട് അതിനു വേണ്ട മരുന്ന് ഉപയോഗിക്കണം, അല്ലേ? എന്ന് പറഞ്ഞ ഈ നിയമം നമ്മുടെ യഥാർത്ഥ അവസ്ഥ കാണിച്ചു തരും. ഞാൻ പാപിയാണ് എന്ന ആ സത്യം എന്നെ മനസ്സിലാക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ സ്വന്തം ശ്രമത്തിൽ ഈ ജഡം കൊണ്ട്, വീണുപോയ ഈ ജഡം കൊണ്ട് ഞാൻ ആ നിയമം അനുസരിക്കുവാൻ ശ്രമിക്കാതെ
യേശുക്രിസ്തുവിലേക്ക് നോക്കണം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കൃപയാൽ എനിക്ക് അതിനെ അതിജീവിക്കുവാൻ സാധിക്കും. കർത്താവിന്റെ നിയമം എനിക്ക് അനുസരിക്കുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഉള്ളിലുള്ള ഇപ്പോൾ അടങ്ങിയിരിക്കുന്ന ആ പാപക്കൊതി അത് ഉണർന്നു വരണമെങ്കിൽ ഒരു നിയമം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു ഓഡിറ്റോറിയം, അതിൽ 3 മുറികളുണ്ട് എന്ന് ചിന്തിക്കുക. ഒരാൾ മാത്രം ആ ഓഡിറ്റോറിയത്തിലുണ്ട്. ഈ വ്യക്തി ഈ മുറികളുടെ മുന്നിൽ കൂടി നടന്നു പോകുന്നു. ആദ്യത്തെ മുറി പിന്നിട്ടു, 2ാമത്തെ മുറിയും കടന്നു. എന്നാൽ 3ാമത്തെ മുറിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു ബോർഡ്, ആരും ഒളിഞ്ഞു നോക്കരുത്, അങ്ങനെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ നിയമം കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ ഉള്ളിൽ അടങ്ങിക്കിടന്നിരുന്ന, ഉറങ്ങിക്കിടന്നിരുന്ന, ഒളിഞ്ഞു നോക്കാനുള്ള ആ താല്പര്യത്തെ തട്ടി ഉണർത്തി. അവൻ ചുറ്റും തിരിഞ്ഞു നോക്കി, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന്. ഇല്ലെന്ന് ബോധ്യമായപ്പോൾ അവൻ ഒളിഞ്ഞു നോക്കുകയാണ്. ആദ്യത്തെ മുറിയും 2ാമത്തെ മുറിയും പിന്നിട്ടപ്പോൾ ഈ പ്രശ്നമില്ലായിരുന്നു. എന്നാൽ 3ാമത്തെ മുറിയുടെ മുമ്പിൽ വന്നപ്പോഴാണ് ഒളിഞ്ഞു നോക്കാൻ ശ്രമിച്ചത്. കാരണം എന്താണ്? ആ നിയമം. ഓർക്കുക, നിയമം നമ്മെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നില്ല, അല്ലെങ്കിൽ നിയമം നമ്മോട് പാപം ചെയ്യാൻ പറയുന്നില്ല. എന്നാൽ ഈ നിയമം പാപം ചെയ്യാൻ കാരണമായി തീരും. കാരണം നമ്മുടെ ഉള്ളിൽ ആ പാപക്കൊതി ഉണ്ട്. ഈ നിയമം അതിനെ തട്ടി ഉണർത്തും. ഇനി എന്നിൽ മോഷ്ടിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ട് എന്ന് വിചാരിക്കുക. ദൈവത്തിന്റെ വചനം, മോഷ്ടിക്കരുത് എന്ന ദൈവത്തിന്റെ വചനം എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെയൊരു താല്പര്യം ഉള്ളപ്പോൾ ഇത് എനിക്കെപ്പോഴും ഒരു സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നോ, മോഷ്ടിക്കാൻ പാടില്ല, ദൈവത്തിന്റെ നിയമമാണ്, ഞാനത് പാലിച്ചേ പറ്റൂ. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ആ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ മോഷ്ടിക്കാൻ പാടില്ല. എൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഞാൻ അതിനെ തടയും. അപ്പോൾ തന്നെ അവൻ്റെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള മോഷ്ടിക്കാനുള്ള ആ പ്രവണത ഉണർന്നിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ അയൽവക്കത്തെ ചേട്ടന്റെ തൊഴുത്തിൽ ഒരു പശു നിൽപ്പുണ്ട്. ഞാൻ പോയി അവനെ അടിച്ചു മാറ്റി ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. 1000 രൂപ കിട്ടി. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? എനിക്ക് കുറ്റബോധമുണ്ടായി. ഓർക്കുക, കർത്താവിന്റെ നിയമമല്ല എന്നെ കൊണ്ട് പാപം ചെയ്യിച്ചത്, എന്നാൽ ആ നിയമം പാപം ചെയ്യാൻ കാരണമായി തീർന്നു. ഇപ്പോൾ ഞാൻ പാപം ചെയ്തു. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ചേട്ടൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എൻ്റെ ദൈവമേ, ആകെ ഉണ്ടായിരുന്ന ഒരു സ്വത്തായിരുന്നത്, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? അതും പോയി. ദൈവമേ, എൻ്റെ നഷ്ടം എനിക്ക് നികത്തി തരണമേ, എന്നെ സഹായിക്കണമേ എന്ന് ആ ചേട്ടൻ പ്രാർത്ഥിച്ചു. ഞാനാണെങ്കിൽ ഇവിടെ കുറ്റബോധം കൊണ്ട് ഇരിക്കാൻ വയ്യാത്ത അവസ്ഥ. അപ്പൊ ഞാൻ തീരുമാനിച്ചു, സാരമില്ല, ചേട്ടന് പശുവിനെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, എന്നാൽ പൈസ എങ്കിലും കൊടുക്കാം എന്ന് പറഞ്ഞ് ആ ചേട്ടൻ്റെ അടുത്ത് വന്നു. ചേട്ടനോട് പറഞ്ഞു, ഞാൻ ആ പശുവിനെ വിറ്റു, 1000 രൂപ കിട്ടി. പിന്നെ ചേട്ടനോട് ചോദിക്കാതെ ഞാൻ മോഷ്ടിച്ചതുകൊണ്ട് 5-1 കൂടി ചേർത്ത്, അതായത് 20% കൂടി ചേർത്ത്, 200 രൂപ കൂടി ചേർത്ത്, മൊത്തം 1200 രൂപ ഞാൻ ആ ചേട്ടനെ ഏൽപ്പിക്കുന്നു. ചേട്ടന് സന്തോഷമായി. കാരണം പശുവിന് ഇച്ചിരി പ്രായമായതാണ്. പിന്നെ ഈ വയ്യാവേലയെ എന്ത് ചെയ്യും എന്ന് ഈ ചേട്ടൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും പശുവിന്റെ വില 1000 രൂപ. മോഷ്ടിക്കപ്പെട്ടതുകൊണ്ട് ചേട്ടന് 200 രൂപ കൂടി കൂടുതൽ കിട്ടി. അങ്ങനെ 1200 രൂപ കിട്ടി. ആ പ്രശ്നം
അവിടെ അവസാനിച്ചു. ചേട്ടനുമായുള്ള ആ പ്രശ്നം അവിടെ തീർന്നു. പക്ഷേ എൻ്റെ പ്രശ്നം അവിടെ അവസാനിക്കുന്നില്ല. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു എന്ന കാരണത്താൽ ഞാൻ പാപിയായി തീർന്നു. ഈ പാപത്തിൻ്റെ പ്രത്യേകത എന്താണ്? എന്നിൽ പാപമുണ്ടെങ്കിൽ ആ കുറ്റബോധം എന്നെ ഇഞ്ചിഞ്ചായിട്ട് നശിപ്പിക്കും. അതെന്നെ കൊണ്ടേ പോകും. ഞാൻ ആ പശുവിനെ മോഷ്ടിച്ചപ്പോൾ ഞാൻ ആത്മീയമായി ഞാൻ മരിച്ചു. ഇനി ഇഞ്ചിഞ്ചായിട്ട് ഈ കുറ്റബോധം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു, ഞാൻ ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് അർഹനാണ്, ദൈവം എന്നെ ശിക്ഷിക്കും എന്നുള്ള ഭയം എന്നെ വേട്ടയാടുന്നു. അങ്ങനെ ഈ ഭയം എന്നിൽ ഉടലെടുക്കും. അപ്പോൾ നമ്മെ സ്നേഹിക്കുന്ന ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്നാൽ പാപത്തെ വെറുക്കുന്നു. എന്തുകൊണ്ടാണ് പാപത്തെ വെറുക്കുന്നത്? ഈ പാപത്തിന്റെ ക്യാൻസർ അതെന്നിലാണ്. ഇത് എന്നെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന കാരണത്താൽ എന്നെ ശിക്ഷിക്കാതെ എൻ്റെ ഉള്ളിൽ നിന്നും ഈ കുറ്റബോധം, ഈ പാപം നീക്കണം. ഓർക്കുക, പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഞാൻ മരിച്ചേ പറ്റൂ. അപ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന കാരണത്താൽ ദൈവം എന്നെ ശിക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതേസമയം എന്നെ നശിപ്പിക്കുന്ന എൻ്റെ ഉള്ളിലുള്ള ഈ പാപം എന്ന ക്യാൻസർ എന്നിൽ നിന്ന് നീക്കി കളയുകയും വേണം. അപ്പോൾ ദൈവം ചിന്തിക്കുന്നു, ഇവൻ പാപം ചെയ്തത് എനിക്കെതിരായിട്ടല്ലേ, എന്നാൽ ഈ പാപം ഞാൻ തന്നെ അങ്ങ് ഏറ്റെടുത്ത് അതിൻ്റെ ശിക്ഷയും ഞാൻ തന്നെ അങ്ങ് വഹിക്കാം. അപ്പോൾ എനിക്ക് ഇവനെ ഒഴിവാക്കാം, പാപത്തിന്റെ ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യാം. സങ്കീർത്തന പുസ്തകത്തിന്റെ 89 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ദൈവത്തിന്റെ സിംഹാസനം പണിയപ്പെട്ടിരിക്കുന്നത് നീതിയുടെയും ന്യായത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നീതിയും ന്യായവും നടപ്പിലാക്കുന്നവനാണ്. പാപം കണ്ടാൽ പാപിയെ ശിക്ഷിക്കുന്ന ദൈവം. എന്നാൽ ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് ഉയർന്നത് സ്നേഹമാണ്. അതായത് പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം. അപ്പോൾ ഈ വശത്ത് പാപിയെ ശിക്ഷിക്കുന്ന ദൈവം, കാരണം ദൈവം വിധിയാളനാണ്, ദൈവം നീതിമാനാണ്, പാപം കണ്ടാൽ ശിക്ഷിച്ചേ പറ്റൂ. എന്നാൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് സ്നേഹമാണ്. ആ സ്നേഹം എന്നെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ നീതി നടപ്പാക്കുകയും വേണം. ഒരു നാണയം എടുക്കുന്നു. ഈ നാണയം ദൈവമാണെന്ന് ചിന്തിക്കുക. നാണയത്തിന്റെ ഈ വശം വിധിയാളനായ ദൈവം, അതായത് പിതാവായ ദൈവം, മറുവശത്ത് ദൈവസ്നേഹം. നാണയത്തിന്റെ ഒരു വശത്ത് വിധിയാളനായ ദൈവം, ആ ദൈവം പാപിയെ ശിക്ഷിക്കുന്നു. നാണയത്തിന്റെ മറുവശം ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ പാപത്തെ വെറുക്കുന്നു. ഇതെങ്ങനെ സാധ്യമാവും? പാപത്തെ ശിക്ഷിക്കുകയും വേണം, എന്നാൽ എന്നെ ഒട്ട് ശിക്ഷിക്കുകയും അരുത്. ഇവിടെയാണ് സുവിശേഷം പ്രവേശിക്കുന്നത്. കാലത്തിന്റെ തികവിൽ ലോകരക്ഷകനായ യേശുക്രിസ്തു ബത്ലഹേമിൽ ജനിക്കുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മോഷ്ടിച്ച എൻ്റെ ഈ പാപം എനിക്കെതിരായിട്ടാണല്ലോ. അതുകൊണ്ട് ദൈവം ചിന്തിക്കുന്നു, ഈ പാപം ഞാൻ തന്നെ അങ്ങ് ഏറ്റെടുത്ത് ഞാൻ തന്നെ അതിൻ്റെ ശിക്ഷ
ഏറ്റെടുക്കാം. എന്നാൽ ദൈവത്തിന് പാപം ഏറ്റെടുക്കുവാൻ സാധ്യമല്ല. കാരണം ദൈവം പരിശുദ്ധനാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം ഒരു മനുഷ്യനായി അവതരിക്കുകയാണ്. ആ പൂർണ്ണ മനുഷ്യനാണ് രക്ഷകനായ യേശുക്രിസ്തു. യേശുക്രിസ്തു 33-ാമത്തെ വയസ്സിൽ പാപമോചനത്തിനായി, എന്നെ രക്ഷിക്കുവാനായി, ഈ ലോകത്തെ രക്ഷിക്കുവാനായി കുരിശ് സ്വീകരിക്കുന്നു. രാവിലെ 9 മണിക്ക് യേശുവിനെ കുരിശിലിട്ടതാണ്. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് യേശു കർത്താവ് മരിക്കുന്നു. ആദ്യത്തെ 3 മണിക്കൂർ മനുഷ്യന്റെ കൈകളാലും പിന്നീടുള്ള 3 മണിക്കൂറുകൾ ദൈവത്തിന്റെ കൈകളാലും യേശുക്രിസ്തു പീഡിപ്പിക്കപ്പെട്ടു. ലോകത്തിന്റെ പാപങ്ങളെല്ലാം, ഞാൻ ചെയ്ത മോഷണക്കുറ്റം ഉൾപ്പെടെ, ദൈവം യേശുക്രിസ്തുവിന്റെ ജഡത്തിൽ വച്ചു കിട്ടുന്നു. ലോകത്തിന്റെ സകല പാപങ്ങൾ ആ യേശുക്രിസ്തുവിന്റെ ചുമലിൽ ദൈവം വെച്ചു കിട്ടുന്നു. ദൈവം യേശുക്രിസ്തുവിനെ ശിക്ഷിക്കുന്നു. ഒരു ഘട്ടത്തിൽ പാപം യേശുക്രിസ്തുവിൽ കുമിഞ്ഞുകൂടിയപ്പോൾ ദൈവം പിന്മാറിക്കളഞ്ഞു. കാരണം ദൈവത്തിന് പാപവുമായി സമരസപ്പെടുവാൻ സാധ്യമല്ല. അപ്പോൾ പിതാവും പുത്രനും എന്ന ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. ഇപ്പോൾ ദൈവവും പാപിയും എന്ന ബന്ധം മാത്രമേ ഉള്ളൂ. ദൈവം പാപിയെ ശിക്ഷിക്കാൻ പോകും. ഓർക്കുക, അന്നുവരെ ആ പിതാവും പുത്രനും എത്രയോ ഇന്റിമറ്റായി, ക്ലോസായി ജീവിച്ചവരാണ്. എൻ്റെ പിതാവ് എന്ന് മാത്രമേ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ പിതാവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു അറിയാതെ നിലവിളിച്ചു പോയി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? മൈ ഗാഡ്, മൈ ഗാഡ്, വൈ ഹാവ് യു ഫോർസേക്കൻ മീ? എലി എലി ലമാ സബക്താനി. ആദ്യമായി യേശുക്രിസ്തു തന്റെ പിതാവിനെ ദൈവമേ എന്ന് അഭിസംബോധന ചെയ്യും. അതുകൊണ്ട് ഇന്ന് നമുക്ക്, രക്ഷിക്കപ്പെട്ട നമുക്ക്, നിലവിളിക്കുവാൻ സാധിക്കും സന്തോഷത്തോടെ. ആബാ, ആബാ, പിതാവേ, എൻ്റെ പിതാവേ, നീ എന്തുകൊണ്ട് എന്നെ സ്വീകരിച്ചു? യേശുക്രിസ്തു എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ സ്ഥാനത്ത് നമുക്ക് പറയാൻ സാധിക്കും, എന്തുകൊണ്ട് നീ എന്നെ സ്വീകരിച്ചു, ചേർത്ത് പിടിച്ചു, രക്ഷിച്ചു, സ്നേഹിച്ചു. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ യേശുക്രിസ്തു തന്നെ ക്രൂശിച്ചവരെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന രംഗമുണ്ട്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് വ്യക്തമായിട്ടറിയാം. എന്നാൽ യേശുക്രിസ്തു ഉദ്ദേശിച്ചത് അതല്ല. ഇവരുടെ പ്രവൃത്തി യേശുക്രിസ്തുവിനുണ്ടാക്കിയ ആന്തരികമായ മുറിവ്, വൈകാരികമായ ആ മുറിവ്, അതേപ്പറ്റിയാണ് യേശുക്രിസ്തു പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം യേശുക്രിസ്തു ഇവരെയും രക്ഷിക്കുവാനായി വന്ന രക്ഷകനാണ്. പീലാത്തോസ് എന്താ പറഞ്ഞത്? നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിക്കുവിൻ. എന്നാൽ ഇവരെന്താ ചെയ്തത്? അവിടെ കൂടിയിരുന്ന പടയാളികളും യഹൂദരും പുരോഹിതവർഗവും എല്ലാം കൂടെ ചേർന്ന് യേശുവിനെ പരിഹസിക്കുകയും തുപ്പുകയും അടിക്കുകയും, അവസാനം ശരീരത്തുണ്ടായിരുന്ന ആ തുണി പോലും വിട്ടില്ല, ഊരിയെടുത്ത് അതും വീതിച്ചെടുത്തു. അങ്ങനെ നികൃഷ്ടമായ രീതിയിൽ യേശുവിനോട് ഇടപെട്ടപ്പോൾ, അത്രയും വലിയ ക്രൂരത കാണിച്ചപ്പോൾ യേശുക്രിസ്തു ചിന്തിക്കുകയായിരുന്നു, ഞാനിവരുടെ മിശിഹ അല്ലേ?
ഞാനിവരെ രക്ഷിക്കാൻ വന്നവനാണല്ലോ എന്ന് പറഞ്ഞ് യേശുക്രിസ്തു പിതാവിന്റെ അടുത്ത് പറയുകയാണ്, ഇവരോട് ക്ഷമിക്കണേ എന്ന്. ഫാദർ ഫാദർ they know not what they are doing, forgive them. യേശുക്രിസ്തു എന്താണ് അവിടെ ചെയ്തതെന്നറിയാം? യേശുക്രിസ്തുവിന്റെ കൈവെള്ളക്കുള്ളിലേക്ക് തടിച്ചു കൊഴുത്ത കൂറ്റൻ കാരിരുമ്പാണികൾ അടിച്ചു കയറ്റി അവർ സന്തോഷിച്ചു. അന്ധന് കാഴ്ച കൊടുത്ത കൈകൾ, കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ ആ കൈകൾ, അപ്പം വർദ്ധിപ്പിച്ച കൈകൾ, ലാസറിനെ ഉയർപ്പിച്ച ആ കൈകൾ, ലാസറെ പുറത്തു വരിക, എലിയസാർ കുമിങ്ങി, ആ കൈകളിലേക്കാണ് ഈ ആണികൾ അവർ അടിച്ച് കയറ്റിയത്. പക്ഷേ യേശുക്രിസ്തുവിനുണ്ടാക്കിയ ആ ആന്തരിക മുറിവുകൾ, അതേ ചൊല്ലി യേശുക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. അവിടെ യേശുക്രിസ്തു ചെയ്യുന്നത് എന്താണെന്ന് അറിയണ്ടേ? പഴയ നിയമത്തിൽ ഒരു യാഗമുണ്ട്. ആരെങ്കിലും അറിയാതെ ഒരു തിന്മ ചെയ്താൽ, പാപം ചെയ്താൽ, അവൻ ഒരു മൃഗത്തെ കൊണ്ടുവന്ന് ബലി കഴിച്ച് അവന്റെ പാപങ്ങൾ ഒരു വർഷത്തേക്ക് മറച്ചു വയ്ക്കും. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപത്തിന് ശിക്ഷയും, എന്നാൽ അറിയാതെ ചെയ്യുന്ന പാപത്തിന് ബലി കഴിച്ച് രക്ഷപ്പെടാം. ഇവിടെ യേശുക്രിസ്തു താഴെ കൂടി നിന്നിരുന്ന ആ പടയാളികളെയും ആ പുരോഹിതരെയും ആ പഴയ നിയമ യാഗത്തിലേക്ക് ചേർത്തുവെച്ച് അവരെയും രക്ഷിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. അറിയായ്മയുടെ ഗണത്തിൽ ഇവരെയും ചേർത്തു. പിന്നെയും മുന്നോട്ട് പോകുന്നു. അവസാനം യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, എല്ലാം നിവൃത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ടെറ്റലസ്റ്റായി. എന്താണ് നിവൃത്തിയായത്? പഴയ നിയമം യേശുക്രിസ്തു അനുസരിച്ച് പൂർത്തിയാക്കി. എന്താണ് ആ നിയമം? പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ആ നിയമം യേശുക്രിസ്തു പൂർത്തിയാക്കിക്കൊണ്ട് യേശുക്രിസ്തു തന്റെ ജീവനെ ബഹിഷ്കരിക്കുന്നു. ദേവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്നും താഴോട്ട് വലിച്ചു കീറപ്പെട്ടു. അങ്ങനെ ഇന്ന് യേശുക്രിസ്തു നമ്മയും കൊണ്ട് ആദവും ഹവ്വയും ജീവിച്ചിരുന്ന ആ പർദീസിലേക്ക് കൊണ്ടുപോകുന്നു. പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയ നമ്മെ ദൈവത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഇന്ന് നാം ആ പർദീസയിലാണ്. അന്ന് ആദവും ഹവ്വയും ഈ പഴങ്ങളൊക്കെ പറിച്ച് ഭക്ഷിക്കും. എന്നാൽ ഇന്ന് നമ്മുടെ മുമ്പിൽ അതൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇന്ന് പർദീസയിലാണ് എന്ന ബോധ്യമുണ്ടായിരിക്കണം. എല്ലാം വിശ്വാസത്താൽ സ്വീകരിക്കണം. നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം ആ പർദീസയിൽ നമുക്കുണ്ടായിരുന്ന, അല്ലെങ്കിൽ ആദത്തിനും ഹവ്വയ്ക്കും ഉണ്ടായിരുന്ന ആ ബെനിഫിറ്റ്സ് എല്ലാം ഇന്ന് നമുക്കുണ്ട്. എന്നാൽ വിശ്വാസത്താൽ നമ്മൾ സ്വീകരിക്കണം. തൊട്ടു മുമ്പിൽ കാണില്ല, പക്ഷേ വിശ്വാസത്താൽ നമ്മൾ അത് സ്വീകരിച്ചാൽ മതി. കാരണം ഇനിയുള്ളത് ഏബ്രഹാമിന്റെ വിശ്വാസ ജീവിതമാണ്. നിയമം പൂർത്തിയായി. ഇപ്പോൾ നമ്മൾ കൃപയുടെ കീഴിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു നാണയത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? പിതാവായ ദൈവം, വിധിയാളനായ ദൈവം ഒരു വശത്ത്, മറുവശത്ത് ദൈവത്തിന്റെ സ്നേഹം, അല്ലെങ്കിൽ യേശുക്രിസ്തു. ഈ യേശുക്രിസ്തു രക്തം ചിന്തി മരിച്ച് എൻ്റെ മോഷണക്കുറ്റത്തിന് വിധിയാളനായ ദൈവത്തിന് കണക്ക് കൊടുത്ത് സെറ്റിൽ ചെയ്തു. നോക്കണേ, ദൈവസ്നേഹവും ദൈവനീതിയും ആ
കുരിശിൽ ആലിംഗനം ചെയ്യപ്പെടുന്നു. ദൈവത്തിന്റെ നീതി നടപ്പായോ? നടപ്പായി. ദൈവം പാപത്തെ ശിക്ഷിച്ചോ? ശിക്ഷിച്ചു. പക്ഷെ എന്നെയല്ല എന്ന് മാത്രം. അപ്പോൾ ദൈവത്തിന്റെ നീതി സംരക്ഷിക്കപ്പെട്ടു. സ്വർഗം സന്തോഷിച്ചു. യേശു കർത്താവ് എന്റെ നിത്യരക്ഷകനായി മാറി. ഞാൻ പാപമോചിതനായി യേശു കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട് അങ്ങനെ ആ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവനായി ഇന്ന് രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ ഇന്നിവിടെ ജീവിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ രക്ഷയിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മരണസമയത്ത് നാം പാപിയായിരുന്നാൽ നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശുക്രിസ്തു നിങ്ങൾക്കായി ഒരുക്കിയ ആ രക്ഷ നന്ദിയോടെ കടപ്പാടോടെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടവരായി ജീവിക്കുക. ഇതാണ് ആ സുവിശേഷം. എന്നെ കേട്ട എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.